നമുക്കിതാ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാം. ഇത് ഈ ട്യൂബർ കാണുമായിരിക്കും. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. പിങ്ക് ക്ലൗഡ് താമര നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു താമരയാണ് പിങ്ക് ക്ലൗഡ്. തുടക്കക്കാർക്കൊക്കെ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഉള്ള അസോളയാണ്. വെള്ളം നന്നായിട്ട് ക്ലിയറായിട്ട് കിടക്കും. അസോള കിടക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കൊതുകോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് ഒന്നും കൊതുകൊന്നും മുട്ടയിടത്തില്ല. നമുക്ക് ആദ്യം ഇതെല്ലാം ക്ലീൻ ചെയ്യാം. ആദ്യം ഈ ലീഫെല്ലാം കട്ട് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം വൃത്തിയാക്കി. പിന്നെ ഞാനിത് ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ വെച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കണം. കാരണം ഇഴജന്തുക്കളൊക്കെ ചിലപ്പം ഇതിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഡയറക്റ്റ് കൈയൊന്ന് വെള്ളത്തിടാതെ എന്തെങ്കിലും ഒരു മുൻകരുതലെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് കൈയിടണം. പതുക്കെ വെള്ളം കളയാം. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ അങ്ങ് മറിച്ചിട്ടാൽ മതി. തെന്നി, അതുകൊണ്ട് ഇച്ചിരി പാടാം. ഇത് ട്യൂബർ എന്ന് പറയാനായിട്ടില്ല, റണ്ണർ മാത്രമേ ഉള്ളൂ. കാരണം ഇത് കുറച്ച് നാളായതേ ഉള്ളൂ വെച്ചിട്ട്. കണ്ട. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ കെയർ കിട്ടാതെ ഇങ്ങനെ ചുമ്മാ വളരുക. ഒന്നും കൂടി റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ പിങ്ക് ക്ലൗഡിന് ട്യൂബർ കിട്ടാൻ കുറച്ച് പാടാണ്. ഈ സമയത്തൊന്നും കിട്ടത്തില്ല. ഡിസംബർ ജനുവരി സമയത്ത് എടുക്കുമ്പോഴേക്ക് കാണും. ആ ഒരു ഡോർമൻസി പീരീഡ് എടുക്കുമ്പം കിട്ടും. പിന്നെ ഇതിനൊക്കെ റണ്ണർ കിട്ടുമ്പം ഉടനെ തന്നെ ഇന്നെടുത്താൽ നാളെ തന്നെ അങ്ങ് വെച്ചേക്കണം. കാരണം ഇതിന് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. കണ്ടോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വെച്ചേക്കണം. റണ്ണർ കാണിച്ചു തരാം. വേറൊന്നുമില്ല. നമ്മുടെ ട്യൂബറിൻ്റെ ചെറുത് ഇതിനെ നാളെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി എടുക്കാം. കണ്ടോ? ഇതിന് പക്ഷേ ഒരു കേടുപാടും പറ്റരുത്. അതാ ഒരു മുട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ പിങ്ക് ക്ലൗഡാണ്. ഇതിൻ്റെ മുട്ടാണ്. അതേ 2 ഗ്രോത്ത് ടിപ്പുണ്ട്. പിന്നെ അതായത് വെറും നൈസാണ്. ഇത്രയൊക്കെ മതി കിളിക്കാൻ. പിന്നെ ഇത് നമ്മൾ വെറും യങ് ആയതുകൊണ്ട് കിളിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ചാൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് കിളിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തുണ്ട് ഗ്രോത്ത് ടിപ്പ്. ഇത് ഇച്ചിരി കൂടി ഒരു ദൃഢമായതാണ്. എന്തായാലും നോക്കാം. പിന്നെ ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന കുറച്ച് അടീനിയായിരുന്നു. അതിനകത്ത് നല്ലൊരു യെല്ലോ കളറ്. അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. ഇത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. കാരണം നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിട്ട് നല്ല യെല്ലോ കളറും പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ വൈറ്റ്. പിന്നെ ഇത് കണ്ടോ, ഞാൻ ടെറസിൻ്റെ മേളിൽ ഒന്ന് നോക്കാൻ നേരം കുറച്ച് അടീനിയത്തിനകത്ത് ഇപ്പം മൺസൂണല്ലേ, നമ്മുടെ മഴക്കാലമാണ്, ചിലതൊക്കെ അഴുകാൻ തുടങ്ങി. അങ്ങനെ നോക്കിയതാണ്. ഇത് എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കണം. പിന്നെ അതാ ഇതിൻ്റെയും ഒരു സൈഡിലായിട്ട്
കുറച്ച് അഴുകി. അത് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫംഗിസൈഡ് തേച്ച്. അതാണ് ആ നീല കളറിൽ കാണുന്നത്. മഴക്കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ അഴുകാനായിട്ട്. കാരണം എപ്പോഴും നമ്മൾ കെയർ ചെയ്തിരുന്നാൽ കുഴപ്പമില്ല. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം അത് പിഴുതെടുത്ത് അല്ലെങ്കിൽ മാറ്റി വെച്ച് ഡ്രൈ ആക്കിയാൽ മതി. നമ്മൾ നോക്കാതിരുന്നാൽ പണി കിട്ടും. പിന്നെ അതാകണ്ടില്ല, അതിൻ്റെ എല്ലാം ചുരണ്ടി എടുത്ത് എവിടം വരെ കേട് വരുന്നിട്ടുണ്ടോ അകത്തോട്ട് കുറേ ഒന്ന് കയറി. ഇനിയും ചെറിയ രീതിയിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം ഫംഗിസൈഡ് വെച്ച് തേക്കണം. എന്നിട്ട് പിന്നെ ഇപ്പോഴൊന്നും റിപ്പോർട്ട് ചെയ്യത്തില്ല. അതെന്തായാലും ഒരു 10-20 ദിവസം ഞാൻ ഡ്രൈ ആക്കും. അതായത് വെയിലും മഴയും ഈർപ്പങ്ങളും ഒന്നും തട്ടാത്ത എവിടെയെങ്കിലും ഒന്ന് കെട്ടി തൂക്കിയിടും. അങ്ങനെ അത് അവിടെ കിടന്ന് ഉണങ്ങി, അതായത് നല്ല രീതിയിൽ അങ്ങ് ഡ്രൈ ആവും. അന്നേരം പിന്നെ ഗ്രോത്ത് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം, 1 മാസം കൂടി കഴിയട്ടെ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പം കൂടുതലും 90% രക്ഷപ്പെടും ചെടികളെ. പിന്നെ ചിലതാണെങ്കിൽ പിന്നെയും രക്ഷപ്പെടത്തില്ല. അങ്ങനെയും സിറ്റുവേഷൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.